യെസ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സുകളാണ് വരുന്നത്. അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ് നിലവിൽ എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. യുവതിയുടെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ്. നേരത്തെ എഫ്ഐആറുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ രാഹുലിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങളാണ് യുവതിയുടേതായി ഉണ്ടായിരുന്നത്, മൊഴിയാണ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അതിന്മേൽ ജീവപര്യന്തമടക്കമുള്ള ശിക്ഷ ലഭിക്കാവുന്ന തരത്തിലായിരുന്നു കുറ്റം ചുമത്തപ്പെട്ടത്. ഇപ്പോൾ അതിജീവിതയുടെ രഹസ്യമൊഴി എടുക്കുമ്പോൾ അന്വേഷണത്തിൽ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കൂടിയാണ് അന്വേഷണ സംഘം കടക്കുന്നത്. രാഹുലിന് കുരുക്കാകുന്ന അതിജീവിതയുടെ മൊഴികളാണ് ഇതുവരെ എഫ്ഐആറിലൂടെയും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതേ മൊഴി തന്നെ മിക്കവാറും രഹസ്യമൊഴിയായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യും. കേസുമായി ബന്ധപ്പെട്ട രാഹുലിന് കുരുക്ക് മുറുകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായ നടപടികളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ സംസ്ഥാന പോലീസും ഈ കേസിൽ കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പുറത്തു വന്ന എഫ്ഐആർ പ്രകാരം വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി ഉന്നയിക്കുന്നത്. അതിൽ ബലാത്സംഗം ഉൾപ്പെടെ, വീട് കയറി ആക്രമണം ഉൾപ്പെടെ, ദേഹോപദ്രവം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എഫ്ഐആർ ഇട്ടിരുന്നത്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകുകയാണ്. സുനിൽ, വളരെ സുപ്രധാനമായ ഒരു നീക്കം കൂടിയാണ്. ഇന്ന് തന്നെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണ സംഘം കാര്യങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുന്നു. എത്രത്തോളം നിർണായകമായ നീക്കം? നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ യുവതിയെ രഹസ്യമൊഴി രേഖപ്പെടുത്താനായി എത്തിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുനിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മടങ്ങിയെത്താം. സുനിൽ, തുടരാം. കേൾക്കാമോ? സുനിൽ, കേൾക്കാം, തുടരുന്നോളൂ. ജിൽസി, കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരക്കിട്ട നടപടിക്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ പെൺകുട്ടിയുടെ മൊഴി 164 രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ അന്വേഷണ സംഘം നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 7 മജിസ്ട്രേറ്റിന് മുമ്പിൽ സമർപ്പിക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ മജിസ്ട്രേറ്റ് മൊഴി കേൾക്കാൻ തയ്യാറാവുകയായിരുന്നു. ഇപ്പോൾ കോടതി ഉച്ചഭക്ഷണത്തിന് പിരിയുന്നതിന് തൊട്ടു മുമ്പാണ് പെൺകുട്ടിയുടെ മൊഴി ഇപ്പോൾ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അതിനിർണായകമായ മൊഴിയാണ് പെൺകുട്ടി ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ നൽകുന്നത്. നമുക്കറിയാം, ഇന്നലെ രാത്രിയാണ് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട മൊഴി പെൺകുട്ടിയുടേത് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി രേഖപ്പെടുത്താം എന്നുള്ളത് പോലീസിന്റെ ഒരു കൃത്യമായ നീക്കമാണ്, തീരുമാനമാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ മൊഴിയിൽ നിന്ന് പെൺകുട്ടി ഒരിക്കലും പിന്നോട്ട് പോകരുത് എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് ഈ മൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. കാരണം നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട വലിയ രാഷ്ട്രീയ പ്രാധാന്യം പോലുമുള്ള ഒരു കേസാണിത്. വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു കേസാണ്. ആ കേസിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയോ പെൺകുട്ടി പിന്നീട് മൊഴി മാറ്റി പറയുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാവാനുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി അതിന്റെ ലീഗലായ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ആ വഴികളിലൂടെ തന്നെ മുന്നോട്ട് പോയി ഇത്തരത്തിൽ 164 രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. നമുക്കറിയാം, ഇപ്പോൾ പെൺകുട്ടി പരാതി നൽകിയിട്ട് 24 മണിക്കൂർ പോലും പൂർത്തിയാവുന്നില്ല. അതിനു മുമ്പ് തന്നെ പോലീസ് അവരുടെ പ്രാഥമികമായ നടപടിക്രമങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. പരാതി ഇന്നലെ ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പെൺകുട്ടി നൽകുന്നത്. തൊട്ടു പിന്നാലെ തന്നെ പരാതി DGPക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൈമാറുന്നു. ആ പരാതി പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറുന്നു. തൊട്ടു പിന്നാലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ACP സുദർശൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം വൈകിട്ടോടുകൂടി ഏതാണ്ട് 8-8:30 മണി രാത്രിയോടുകൂടി പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നു. അവിടെ എത്തി പെൺകുട്ടിയിൽ നിന്ന് വളരെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, ഈ ശാസ്ത്രീയ തെളിവുകൾ അടക്കമുള്ളവ ശേഖരിക്കുന്നു. പിന്നാലെ രാത്രി തന്നെ യോഗം ചേർന്ന് പോലീസ് നിയമോപദേശം തേടുന്നു. രാവിലെ 6 മണിയോടുകൂടി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു. ഇപ്പോൾ 164 കൂടി എടുക്കുകയാണ്. സുനിൽ, വളരെ ചടുലമായ നീക്കങ്ങൾ, വളരെ കൃത്യമായ നീക്കങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. വളരെ പെട്ടെന്ന് തന്നെ രഹസ്യമൊഴി എടുക്കുന്നു. പൊളിറ്റിക്കലി വലിയ വിവാദമുണ്ടാക്കിയ ഒരു കേസ് കൂടിയായതുകൊണ്ട് തന്നെ ഇനി മൊഴി മാറ്റാനുള്ള സാധ്യത അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമ്മർദ്ദം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ 164 പ്രകാരം രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. വിവരങ്ങളാണ് സുനിൽ ഐസക് നൽകിയത്.